പരിണാമ ചരിത്രത്തിലെ പ്രധാന നാൾവഴികൾ തെളിയിക്കാനാവശ്യമായ വളരെ പ്രധാനപ്പെട്ട 4 ഫോസിലുകളെ പറ്റി നമുക്ക് നോക്കാം. സീലോകാന്ത്. ജീവന്റെ ആദ്യ തുടുപ്പുകൾ കടലിലാണ് ഉണ്ടായതെന്ന് നമുക്കറിയാം. കടലിൽ തുടങ്ങിയ ജീവൻ കരയിലേക്ക് എത്തുമ്പോൾ അവർക്കിടയിൽ ഒരു പൂർവികനെ ആവശ്യമാണ്. അതായത് കടലിൻ്റെയും കരയുടെയും സാഹചര്യം ഒരുപോലെ ഉൾക്കൊള്ളാൻ പറ്റിയ കടൽ ജീവിയായ ഒരു പൂർവികൻ. അതാണ് സീലോകാന്ത്. സാധാരണ മത്സ്യങ്ങളുടെ ചിറകുകൾ പോലെ നേർത്തതല്ല ഇവയുടേത്. പകരം എല്ലുകളും പേശികളുമുള്ള ശക്തമായ ചിറകുകളാണ്. ഇത് പിന്നീട് കരയിലേക്ക് നടക്കുന്ന ജീവികളുടെ കൈകാലുകളായി പരിണമിച്ചതിൻ്റെ ആദ്യ രൂപമാണെന്ന് കരുതപ്പെടുന്നു. ഇവ വെള്ളത്തിനടിയിൽ നീന്തുമ്പോൾ ചിറകുകൾ ചലിപ്പിക്കുന്നത് കുതിരകൾ ഓടുമ്പോൾ കാലുകൾ ചലിപ്പിക്കുന്നത് പോലെയാണ്. ഇത് കരയിലെ നടത്തത്തിലേക്കുള്ള ഒരു മാറ്റമായി നമുക്ക് കണക്കാക്കാം. വളരെ മുമ്പ്, ഏകദേശം 6.6 കോടി വർഷങ്ങൾക്ക് മുമ്പ്, ഡൈനോസറുകളുടെ കാലഘട്ടത്തിൽ തന്നെ ഇവയ്ക്ക് വംശനാശം സംഭവിച്ചു എന്നാണ് ശാസ്ത്രജ്ഞർ കണക്കാക്കിയിരുന്നത്. കാരണം നമുക്ക് ലഭിച്ചിരുന്ന ഇവയുടെ ഫോസിലുകൾക്കൊക്കെ തന്നെ അത്രയും പഴക്കമുണ്ടായിരുന്നു. എന്നാൽ 1938 ദക്ഷിണാഫ്രിക്കയിലെ ഒരു തീരത്ത് മീൻപിടുത്തക്കാരുടെ വലയിൽ ഒരു ജീവനുള്ള സീലോകാന്തിനെ ലഭിച്ചു. നശിച്ചുപോയി എന്ന് കരുതിയ ഒരു വർഗം ദശലക്ഷം വർഷങ്ങൾക്ക് ശേഷം പ്രത്യക്ഷപ്പെട്ടത് ശാസ്ത്രജ്ഞരെ ഞെട്ടിച്ചു. അതോടുകൂടി ഇവയ്ക്ക് ജീവിക്കുന്ന ഫോസിൽ എന്നൊരു പേര് കൂടെ കിട്ടി. ടിക്ടാലിക്. കടലിലെ മത്സ്യം പിന്നെങ്ങനെ കരയിൽ ജീവിക്കുന്ന ഉഭയജീവികളായി മാറി എന്നതിന് വ്യക്തമായ തെളിവാണ് ടിക്ടാലിക്. 2004 കാനഡയിലെ ആർട്ടിക് പ്രദേശത്തുള്ള എലെസ്മിയർ ദ്വീപിൽ നിന്നാണ് ഇതിൻ്റെ ഫോസിലുകൾ കണ്ടെത്തുന്നത്. ഏകദേശം 37.5 കോടി വർഷങ്ങൾക്ക് മുമ്പ് ആണ് ഇവ ജീവിച്ചിരുന്നത് എന്ന് കരുതുന്നു. ഇവയ്ക്ക് ഒരേ സമയം കരജീവികളുടെയും കടൽ ജീവികളുടെയും സവിശേഷതകൾ ഉണ്ടായിരുന്നു. വെള്ളത്തിനടിയിൽ ശ്വസിക്കുവാൻ സഹായിക്കുന്ന ചെകിളപ്പൂക്കളും ശരീരത്തിൻ്റെ ഇരുവശവും നീന്തുവാൻ സഹായിക്കുന്ന ചിറകുകളും ശരീരം മൊത്തം നിറഞ്ഞു നിൽക്കുന്ന ചെതുമ്പലുകളും ഇവയ്ക്കുണ്ടായിരുന്നു. മാത്രമല്ല, മുൻ ചിറകുകൾക്കുള്ളിലെ തോളെല്ല്, കൈമുട്ട്, മണിബന്ധം എന്നിവയ്ക്ക് സമാനമായ അസ്ഥികളും ഉണ്ടായിരുന്നു. മനുഷ്യർ ഉൾപ്പെടെയുള്ള എല്ലാ കരജീവികളുടെയും പൂർവികർ ഒരിക്കൽ കടലിൽ നിന്ന് കരയിലേക്ക് കയറി വന്നവരാണെന്ന് ടിക്ടാലിക്കിൽ തെളിയിക്കുന്നു. ഇതിൻ്റെ മുൻ ചിറകുകൾക്കുള്ളിലെ അസ്ഥികളുടെ അതേ ഘടന തന്നെയാണ് ഇന്നും മനുഷ്യൻ്റെ കൈകളിലും പക്ഷികളുടെ ചിറകുകളിലും കാണപ്പെടുന്നത്. ആർക്കിയോപെറ്ററിക്സ്. കടലിൽ നിന്ന് കരയിലെത്തിയ ജീവിവർഗം എപ്പോഴാണ് പറക്കുവാൻ തുടങ്ങിയത്? മൃഗങ്ങൾ എങ്ങനെയാണ് പക്ഷികളായി പരിണമിച്ചത് എന്നതിനും ലഭിച്ച ഏറ്റവും വലിയ തെളിവാണ് ആർക്കിയോപെറ്ററിക്സ്. 1861 ജർമ്മനിയിലെ ബവേറിയയിലുള്ള ചുണ്ണാമ്പ് കല്ല് ഖനിയിൽ നിന്നാണ് ആദ്യമായി ഇവയുടെ ഫോസിലുകൾ നമുക്ക് ലഭിക്കുന്നത്. ഏകദേശം 150 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ജുറാസിക് കാലഘട്ടത്തിൽ ഇവ ജീവിച്ചിരുന്നു എന്നാണ് കണക്കാക്കുന്നത്. ആധുനിക പക്ഷികളുടേതിന് സമാനമായ വിടർന്ന തൂവലുകളും പറക്കുവാൻ സഹായിക്കുന്ന രീതിയിലുള്ള വലിയ ചിറകുകളും പക്ഷികളെപ്പോലെ തന്നെ ഭാരം കുറഞ്ഞ എല്ലുകളും ഇവയ്ക്കുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ താടിയിൽ പല്ലുകളും എല്ലുകളുള്ള നീളം വാലും മരം കയറാൻ സഹായിക്കുന്ന 3 നഖങ്ങളും ഉണ്ടായിരുന്നു. ചിറകുകൾ ഉണ്ടായിരുന്നെങ്കിലും ഇന്നത്തെ പക്ഷികളെപ്പോലെ പൂർണ്ണമായി പറക്കുവാൻ കഴിയില്ലായിരുന്നു എന്നാണ് ശാസ്ത്രം വിശ്വസിക്കുന്നത്. പറക്കുന്നതിന് പകരം മരങ്ങളിൽ നിന്ന് മരങ്ങളിലേക്ക് തെങ്ങി നീക്കുവാനും കുറഞ്ഞ ദൂരത്തേക്ക് മാത്രം ചിറകടിച്ച് പറക്കുവാനും മാത്രമാണ് ഇവയ്ക്ക് സാധിച്ചിരുന്നു എന്നാണ് ശാസ്ത്രം വിശ്വസിക്കുന്നത്.